നമസ്കാരം. ഒരുപാട് EV കാറുകൾ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരു EV കാർ എന്ന് വരും. അത് മാത്രമല്ല, നല്ല രീതിക്ക് അത് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനവും ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഇൻറ്റേർണൽ കമ്പൽഷൻ എൻജിൻ വെച്ചിട്ടുള്ള വാഹനങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ എടുക്കുമ്പോഴത്തേക്കും മാരുതി സുസുക്കിയിൽ ഒരുപാട് നല്ല വാഹനങ്ങളുണ്ട്. അപ്പോൾ മാരുതി സുസുക്കി അത്തരത്തിലുള്ള ഒരു ഇലക്ട്രിക് കാർ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് കൂടെ അത്തരത്തിലുള്ള ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കാൻ കഴിയും. അതുമാത്രമല്ല, അതൊരു അഫോർഡബിൾ റേഞ്ചിൽ വരും എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോഴാണ് 2023 ടോക്കിയോ ഓട്ടോ ഷോയിൽ മാരുതി സുസുക്കി ഒരു ചെറിയ കാറ്, അതായത് ഒരു ഇലക്ട്രിക് കാർ അവതരിപ്പിക്കുകയുണ്ടായി. അതൊരു കോൺസെപ്റ്റ് വേർഷൻ ആയിരുന്നു. ആ ഒരു കാറിൻ്റെ കോഡ് നെയിമാണ് സുസുക്കി EWX എന്ന് പറയുന്ന കാറ്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഗണാറിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ എന്നൊക്കെയാണ് ഇന്ത്യയിൽ അതിന് കൂടുതൽ പ്രചാരം ലഭിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേരിലൂടെയാണ് വാഗണാറിൻ്റെ ഇലക്ട്രിക് വരാൻ പോകുന്നു എന്നുള്ള രീതിക്കൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഗണാറിൻ്റെ ഇലക്ട്രിക് വേർഷൻ സ്റ്റിംഗ്രേ എന്ന് പറയുന്ന ഒരു മോഡലിൽ സുസുക്കി ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവുകളും അല്ലെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. 2019 കോവിഡിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും കമ്പനി ആ ഒരു പ്രോജക്റ്റ് വിട്ടോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. എന്നാൽ EWX എന്ന് പറയുന്ന ചെറിയ കാറ് ഇപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ ഡിസൈൻ ഒഫീഷ്യലി സുസുക്കി പേറ്റൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഡ് നെയിമിലുള്ള EWX എന്ന് പറയുന്ന ഈ ഒരു ചെറിയ കാറ് ഇന്ത്യയിലേക്ക് വരും എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EWXനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ താരതമ്യേന ഒരു ചെറിയ ചാനലാണ്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് വാഗണാറിൻ്റെ സൈസിൽ വരുന്ന ഒരു കാറല്ല എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് അപ്രോക്സിമേറ്റ്ലി 3.5 മീറ്റർ ആയിരിക്കും. അതായത് 3.5 അല്ലെങ്കിൽ 3.4 to 3.6 അതിൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത്. ടു പുട്ട് ഇറ്റ് ഇൻ പ്രിസൈസ് 3.4 മീറ്റേഴ്സ് ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പ്രസോയേക്കാൾ ചെറുത് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ചൈനയാണെന്നുണ്ടെങ്കിലും, അതുമാത്രമല്ല ജാപ്പനീസ് മാർക്കറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും, അവിടെ ഈ ഭയങ്കര ട്രാഫിക്കുള്ള സിറ്റികളിലൂടെ ആളുകൾക്ക് ഒരുപാട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് നമുക്ക് പറയാം. അവിടെ ഈ കെ കാറുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം ഇന്ത്യയിൽ ഒരു കെ കാറായിട്ടാണോ വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ എന്നുള്ളതല്ല, ഒരു കെ കാർ എന്നുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.4 to 3.5 മീറ്ററാണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് മിക്കവാറും MGയുടെ കോമറ്റുമായിട്ടൊക്കെ ആയിരിക്കും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഒരു റാപ്പ് ഓവർ കൈൻഡ് ഓഫ് ഗ്ലാസ് ആണ്. അതായത് ഗ്ലാസ് കുറച്ച് മുകളിലേക്ക് കയറിയിട്ട്, അതായത് ഫ്രണ്ടിലെ വിൻസ്ക്രീൻ ഗ്ലാസ് മുകളിലേക്ക് കയറിയിട്ട് പില്ലറിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 4-5 ഇഞ്ചൊക്കെ കയറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് വരുന്നത്. പില്ലർ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നു. അതായത് നമുക്ക് തോന്നുന്നു എന്നുള്ളതല്ല, ഈ ഒരു ഡിസൈനിൽ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ ഒരു കോൺസെപ്റ്റ് ഒരു കാർ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് വേർഷൻ എന്നുള്ള രീതിക്ക്, യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ വേർഷൻ വരുമ്പോഴത്തേക്കും ഈ കോൺസെപ്റ്റിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു കളയും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ മൊത്തത്തിൽ പേറ്റൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡിസൈൻ ഇന്ത്യയിൽ പേറ്റൻറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഈ ഒരു വാഹനം ഇറങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പ്യുവർ സ്കേറ്റ്ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു വാഹനമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ടിയാഗോ EV നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറേഷൻ 1 പ്ലാറ്റ്ഫോമാണ്. ജനറേഷൻ 1 പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഐസ് വേർഷൻ, അതായത് ഇൻറ്റേർണൽ കമ്പൽഷൻ എൻജിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനത്തിൻ്റെ ചേസിസിലുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ അതിനകത്തുള്ള, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ ടാങ്ക് അല്ലെങ്കിൽ ഗിയർ ബോക്സ്, അങ്ങനെയുള്ള എൻജിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെ മാറ്റുമ്പോൾ കിട്ടുന്ന സ്പേസിൽ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്നും മാക്സിമം റേഞ്ച് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം പ്ലാറ്റ്ഫോമുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ന്യൂനതകളുണ്ട്. പക്ഷേ നമ്മൾ കോമറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇനി ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുകയാണ്, ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ EWXലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം പ്യുവർ സ്കേറ്റ്ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ EWX എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് KEV പ്ലാറ്റ്ഫോമാണ്. അതായത് K-EV പ്ലാറ്റ്ഫോം. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. നമുക്കറിയാം EVX എന്ന് പറയുന്ന ക്രെറ്റയിനൊക്കെ കോമ്പറ്റ് ചെയ്യാൻ കഴിയുന്ന 4300 മില്ലിമീറ്റർ ലെങ്ത്തുള്ള വലിയൊരു വാഹനം സുസുക്കി കൊണ്ടുവരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ കെ കാർ
എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനവും വരുന്നുണ്ട്. അതായത് 3500 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു വാഹനത്തിന് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും കുറച്ച് ലെങ്ത് കൂടും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇത്തരത്തിലൊരു കെ കാർ ഇന്ത്യയിൽ ഇനി സക്സസ് ആകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എത്ര റേഞ്ച് ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ റിസർച്ചിലൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്രോക്സിമേറ്റ്ലി 280 കിലോമീറ്റർ ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 260 ടു 280 എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ സെയിം സ്പെക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ജാപ്പനീസ് മാർക്കറ്റിൽ അവർ അവതരിപ്പിച്ചിട്ടുള്ള സെയിം സ്പെക്ക് അല്ലെങ്കിൽ സ്പെക്ക് എന്ന് ഉദ്ദേശിച്ച ഡയമെൻഷൻസിൽ ഈ ഒരു വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ 3400 മില്ലിമീറ്ററിൽ ലെങ്ത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 260 കിലോമീറ്റർ ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതല്ല കുറച്ചും കൂടെ ലെങ്ത്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 280 കിലോമീറ്ററിനടുത്ത് റേഞ്ച് അവർ ക്ലെയിം ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഒരു ഡിസൈൻ പാറ്റൻറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് തീർച്ചയായിട്ടും വരും. സിംഗിൾ മോട്ടോർ സെറ്റപ്പിലായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ന്യൂസാണ്, ഇതൊരു ഇൻഫർമേഷനാണ്. ഈ ഒരു വാഹനം വരാൻ പോകുന്നത് 2026 എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ റിസർച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ടെസ്റ്റിംഗ് ഫേസിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇലക്ട്രിക് കാറുകളുടെ ടെസ്റ്റിംഗ് നടക്കുന്നതിനോടൊപ്പം തന്നെ ഹൈബ്രിഡ് കാറുകളുടെ ഒരു ബൂമും ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ എനർജി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.